പരിവർത്തനം ഉണ്ടായി. അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവട്ടെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരാവട്ടെ അവരിലുള്ളതായ ആ വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഉലമായിൽ ഉണ്ടാവേണ്ടത്. ആ വിശുദ്ധി നമ്മളിൽ ഉണ്ടാവുമ്പോഴേ നമ്മളെ ദീനിയാവുന്ന ദഅവത്തിലേക്ക് അത് അർഹിക്കുന്നതായ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നിലക്ക് വിശുദ്ധിയെ അതേപോലെ തന്നെ ഉണ്ടാക്കി തീർത്തും കൊണ്ടിട്ട് നമ്മളെ പഴയ പള്ളി ദർസിൻ്റെ ഒക്കെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. പള്ളി ദർസിലൊക്കെ പിന്നെ അങ്ങനെയാണ്. അത് കുട്ടികൾക്ക് എല്ലാത്തിനുള്ളൊരു മേഖല ആയതുകൊണ്ടിട്ട് അവിടെ ചിലപ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ചില ഒച്ചയും മുടിയൊക്കെ കുട്ടികൾ ഉണ്ടാക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒരു കണ്ണ് കാണാത്തൊരു സഹാബി ഉണ്ട് എന്ന് പറഞ്ഞു. മൂപ്പര് വേറൊരു സഹാബിനോട് പറഞ്ഞുവല്ലോ എനിക്ക് മൂത്രം ഒഴിക്കാണ്ട്. ഇയാൾ പിടിച്ചുകൊണ്ടേക്കാണ്ട് വേറെ സഹാബത്തൊക്കെ ഇരിക്കണ എടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ നിന്ന് മൂത്രം ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം മറ്റവരൊക്കെ പറഞ്ഞു എന്താടാ ഈ ഇവിടുന്ന് മൂത്രം ഒഴിക്കണേ, ഇവിടെ ഞങ്ങളൊക്കെ ഇരിക്കണ സ്ഥലമല്ലേ എന്ന്. തന്നെ അവൻ കൊടുന്ന് ഇവിടെ പിടിച്ചാക്കിയതാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ അവനെ കണ്ടിക്കുകയാണെങ്കിൽ ശരിക്ക് നാലിനും കൊടുക്കുന്നതാണ്. പിന്നെ ഒരു അവസരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പള്ളിയിൽ ഇരിക്കരിച്ചാണ്. അപ്പോൾ ഈ പിടിച്ചുണ്ടായ ആൾ ഈ കണ്ണ് കാണാത്ത ആളെടുത്തി എന്ന് പറഞ്ഞു, എടാ എനിക്ക് ഇന്നാളെ എന്നെ പിടിച്ചുണ്ടായ ഓനെ അടിക്കണമെന്ന് ചോദിച്ചു. ആ അടിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാ ഞാൻ കാണിച്ചു തരാമെന്ന് എല്ലാം പിടിച്ചുകൊണ്ടേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപത്ത് കൊണ്ടാക്കി കൊടുത്തു. നേരെ മറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇയാൾ ഭയങ്കര അടി. എല്ലാവരും വന്ന് ചോദിച്ചു ആരാണ് ഈ അടിക്കണമെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനൊന്നല്ല ഞാൻ അടിക്കുന്നുണ്ട്, ഞാൻ ഇന്നാളിൽ എന്നെ മൂത്രമൊഴിക്കാൻ പിടിച്ചുകൊണ്ടായി അവനെയാണ് അടിക്കണത്. അപ്പോൾ പള്ളി ദർസ് എന്ന് പറഞ്ഞാലും കോളേജുകളെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് പിന്നെ എല്ലാം അവരെല്ലാം കളിക്കേണ്ടി ഇതിൻ്റെയൊക്കെ ഒരു സ്ഥലം തന്നെയാണത്. അതോടുകൂടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ പ്രത്യേകമാവുന്നതായ തെർബിയത്തോടെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ പള്ളിക്ക് കളിക്കാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിക്കുകയാണെങ്കിൽ അതൊരു കുട്ടികളെന്തായി വന്ന് അങ്ങോട്ട് ചാടി പള്ളി ആകെ മൂല്യന്മാർ കുട്ടികളെ കുഴപ്പം നോക്കി നടക്കലാണ് നാട്ടിലേക്ക് പണി. കുട്ടി അങ്ങോട്ട് ചാടിയോ, കുട്ടി ബസ് കയറാൻ പോകുമ്പോൾ ഓടിയോ. എന്ത് ബസ് കയറാൻ പോകുമ്പോൾ ഒരു കുട്ടിക്ക് ഓടാൻ പാടില്ലേ? എന്നാൽ മൂലൊരു കുട്ടി ഓടിക്കുകയാണെങ്കിൽ അത് വലിയൊരു പറ്റ. നിൻ്റെ മകൻ ഓടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കുട്ടികൾ അവർ പഠിക്കുന്ന കാലത്ത് അവർ കുട്ടികളാണെന്ന് അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കി. അവരിൽ നിന്ന് ചിലപ്പോൾ എന്താവും എന്നറിയോ, എല്ലാം പൂർണ്ണമായിട്ട് ശരിയുണ്ടായിക്കോളുന്നില്ല, ചില തെറ്റുകളൊക്കെ ഉണ്ടാവും. പള്ളി ദർസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. മഹാന്മാരാവുന്ന വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ദർസ് നടത്തിയ കാലത്ത് അവരെ ദർസിനെ പറ്റി